ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് നാളായിട്ടോ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ മാസത്തിലൊരിക്കൽ ഡീപ്പ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റാരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ എങ്ങനെ വീടിൻ്റെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും. 2-3 പച്ചമുളകൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. ഈ ഒരു വൈറ്റ് റോസ് വിരിഞ്ഞു വരുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. നല്ലൊരു പിങ്ക് കളറായിട്ടാണ് കേട്ടോ വരുന്നത്, ബേബി പിങ്ക്. പിന്നെ വിരിഞ്ഞു വരും തോറും അതിൻ്റെ കളർ ഇങ്ങനെ ഡൗൺ ആയി വരും. ഒരു ദിവസം മാത്രമേ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഇത്ര മുളക് ഇട്ടിട്ടുണ്ട്, ഇത് മതി നമുക്ക് ഇന്നത്തെ കറിക്ക്. അപ്പോൾ നമുക്കിനി വീട് ക്ലീനിങ്ങിലേക്ക് നടക്കാം. രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ 2 പേരും ക്ലാസ്സിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ജനലൊക്കെ ഒന്ന് തുറന്നിടട്ടെ. നമുക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. തുടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതാ ചെടികളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു സൈഡിൽ കുറച്ച് മാറാമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കൈയോടെ ഒന്ന് തുടച്ച് കളയാണ്. അപ്പോൾ ദാ അവിടെ ഒരു ബക്കറ്റ് ഇരിക്കുന്നുണ്ട്. ആ ഒരു ബക്കറ്റിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല മടി പിടിച്ച് ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ ഈ ഒരു ജോലി. മാസത്തിലൊരിക്കലേ ചെയ്യാറുള്ളൂ എങ്കിലും എനിക്ക് നല്ല മടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു വൈറ്റ് കളർ ആയത് കാരണം നല്ലപോലെ അഴുക്ക് പിടിക്കും. അപ്പോൾ പിന്നെ എന്തായാലും ക്ലീൻ ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നമുക്ക് കൈ എത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടവലും കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് നമ്മളുടെ കിച്ചണിൻ്റെ വിൻഡോ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ചെറിയ വിൻഡോ ആണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ അധികം അഴുക്കൊന്നും തോന്നുന്നില്ല അല്ലേ? പക്ഷെ നല്ല രീതിക്ക് തന്നെ അഴുക്കുണ്ട് കേട്ടോ. ഒരു ടവല് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിക്ക് തന്നെ അഴുക്കാവുന്നുണ്ടേ. എൻ്റെ വീടിനകത്ത് അത്യാവശ്യം നല്ല പോലെ പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് തുടച്ച് നാളെ നോക്കുമ്പോൾ അത്രത്തോളം തന്നെ അഴുക്ക് പിന്നെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര പൊടിയാണേ. അപ്പോൾ പിന്നെ പുറത്തെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടോ? രണ്ട് വട്ടം ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അകവും പുറവും 2 വട്ടം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ടേ. അപ്പം ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിൻഡോ ആണ് കേട്ടോ. ഇവിടെ ഞാൻ എളുപ്പ പണിയായിട്ടാണ് കേട്ടോ ചെയ്യാറ്. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ കയറി അങ്ങനെയൊക്കെയാണ് തുടച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈസി മെത്തേഡിലൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് എന്നെപ്പോലുള്ള മടിച്ചുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു ജോലിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടും. നമ്മൾ തറ തടക്കുന്ന ആ ഒരു കോലുണ്ടല്ലോ, അതുകൊണ്ടിട്ട് ഇതേപോലെ അങ്ങോട്ട് തുടച്ചെടുക്കും കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല ഡീപ്പ് ക്ലീനിങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ജനലൊക്കെ തുടക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാനും പറ്റും. ഒട്ടും സമയം വേണ്ട ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പുറത്ത് തുടച്ച പോലെ തന്നെ അപ്പുറം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കാം. കഴുകിക്കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം നല്ലപോലെ പോയിട്ട് വേണം കേട്ടോ നമ്മൾ തുടയ്ക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വിൻഡോസൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവുമല്ലോ. ഇനിയിപ്പോൾ നമ്മളുടെ ഈ അരികിലൊക്കെ ഒന്ന് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ളടത്ത് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ടേ. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ജോലിയും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ച് ഓരോ ദിവസം ഓരോ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പോൾ മേളിലാണ് ഇന്ന് തുടക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമായിരിക്കും താഴെ തുടക്കുന്നത്. അതേപോലെ തന്നെ ഓരോ റൂമും ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് 2 റൂം വെച്ചിട്ടായിരിക്കും കേട്ടോ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. എല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് തീർക്കാൻ നോക്കില്ല കേട്ടോ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അന്ന് പതുക്കെ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കുള്ളൂ. പക്ഷെ ഒരു റൊട്ടീനായിട്ട് അങ്ങോട്ട് ചെയ്തു പോകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമായിട്ട് അത് ഫീൽ ചെയ്യില്ല കേട്ടോ. എല്ലാ ജോലിയും അങ്ങോട്ട് ഒരു ദിവസം നമ്മൾ തീർക്കേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ആങ്ങളയുടെ കൊച്ചിൻ്റെ ഗോൾഡ് പോയത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, അത് കിട്ടിയട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നേ. മെസ്സേജിൽ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗോൾഡ് കിട്ടിയോ എന്നുള്ളത്. നമ്മളുടെ ഗോൾഡ് നഷ്ടപ്പെട്ട അന്ന് രാത്രി നമ്മൾ പോയ സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കിയായിരുന്നേ, പക്ഷെ അന്നേരം ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഗോൾഡ് നഷ്ടപ്പെട്ടത് പറഞ്ഞിട്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിറ്റേന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നമുക്കൊരു കോള് വന്നായിരുന്നു കേട്ടോ. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ഒരിക്കലാണ് വിളിച്ചത്. അവിടെ ഗോൾഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ. ഇതേപോലെ വാട്സപ്പിൽ ഷെയർ ചെയ്ത് വന്ന ഏതോ ഗ്രൂപ്പിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ വേഗം തന്നെ പോയായിരുന്നു. നമുക്ക് ഗോൾഡ് കിട്ടിയായിരുന്നു. അന്നേരം ലോക്കറ്റ് കിട്ടിയില്ലായിരുന്നു കേട്ടോ, മാല മാത്രമേ കിട്ടിയുള്ളൂ. എങ്കിലും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ലോക്കറ്റ് എന്ന് പറയുമ്പോൾ വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മാല കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. വീട്ടിലാണെങ്കിൽ ഉമ്മച്ചിയും നാത്തൂനൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ. ഒന്നാമത്തേൽ ഗോൾഡ് റേറ്റ് ഇത്ര കൂടിയിരിക്കുകയല്ലേ. അപ്പം എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസമായിട്ടോ. അതുകൂടാണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം ആ സെയിം ആള് തന്നെ നമ്മൾ പിന്നെയും വിളിക്കുകയാണ് കേട്ടോ. അത് കിട്ടിയ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 82 വയസ്സൊക്കെ ഉള്ള ഒരാൾക്കാണ് കേട്ടോ അത് കിട്ടിയത്. രാവിലെ നടക്കാൻ പോകുന്ന ഒരാൾക്കാണ് അത് കിട്ടിയത്. പുള്ളിക്കാരൻ ഒന്നും കൂടി കിട്ടിയ സ്ഥലത്ത് അന്ന് വൈകുന്നേരം ഒന്ന് പോയി നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയില്ലായിരുന്നേ. അതിൻ്റെ പിറ്റേന്ന് ഒന്നും കൂടി നോക്കിയപ്പോൾ ഈ ലോക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു, വാപ്പിച്ചിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ലോക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാലയും ലോക്കറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടും 2 ദിവസമായിട്ടാണ് കിട്ടിയത്. എങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാല ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വണ്ടിയൊക്കെ കയറി അങ്ങനെ ചെറുതായിട്ട് പ്രോബ്ലംസ് ഒക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, തിരിച്ച് കിട്ടിയല്ലോ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് കേട്ടോ. എല്ലാവരും വിശേഷങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിയേ, ഈ ഒരു സൈഡിലെ വിൻഡോസ് മുഴുവൻ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തുറന്നിട്ടിട്ടുണ്ടേ. കാരണം ചെറുതായിട്ട് നനവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വലിഞ്ഞോട്ടെ എന്ന് വിരിച്ചിട്ടൊന്ന് തുറന്നിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മുൻവശത്തും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും സൈഡ് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് സൈഡും ലെഫ്റ്റ് സൈഡും അടുത്ത ദിവസങ്ങളിലാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ക്ലീനാക്കി ഇടുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ. അപ്പോൾ ദാ ഫ്രണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കാർ പോർച്ച് ഒന്ന് കഴുകാം കേട്ടോ. രാവിലെ ചെടി നനച്ചപ്പോൾ ഞാൻ കാർ പോർച്ച് ഒന്നും ക്ലീൻ ചെയ്തില്ലായിരുന്നു. വിൻഡോസൊക്കെ എന്തായാലും ക്ലീൻ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദാ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട്. കൂട്ടത്തിൽ ഇതാ സിറ്റ് ഔട്ടും കൂടി ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ. ഇതാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ. നമ്മൾ തുടച്ചിങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേക്കും പഴയ പോലെ തന്നെ ആവും കേട്ടോ. ഇപ്പോൾ വേറൊരു പ്രശ്നം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏകദേശം ഒരു വർഷം മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. നമ്മളുടെ വീടിൻ്റെ മുന്നിൽ ഒരു പറമ്പാണ് കേട്ടോ. അവിടെ വന്നിട്ടാണ് ടാറ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. അന്ന് ഒരുപാട് പൊടി നമ്മുടെ വീട്ടിലായതാണ് കേട്ടോ. പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അത്രയ്ക്കും പൊടി ഈ സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും മേളിൽ ബാൽക്കണിയിലും ഒക്കെ ആയതാണ്. വെള്ളം ഒഴിച്ച് സോപ്പിട്ട് കഴുകിയിട്ട് പോലും അത് പോകുന്നുണ്ടായിരുന്നില്ല. ഇനി ഈ റോഡ് ടാർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാ. ഇതെങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുമെന്ന് ഓർത്തിട്ട്. ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എളുപ്പത്തിൽ എൻ്റെ ജോലികൾ തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ദാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ദാ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വേപ്പിലയും പച്ചമുളകും കേട്ടോ. അപ്പം നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു ബോക്സേ പാടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഫ്രിഡ്ജിലേക്ക് ഓടണ്ട കേട്ടോ. അപ്പം അങ്ങനെ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് വെക്കാറ്. ഇതിപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ മീൻ കറിക്ക് ഇതാ അതിൽ നിന്ന് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്.
ഉള്ളിയും ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ നമ്മളുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്തായിരുന്നു കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് പുളിയിട്ട വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് ചാറാണ് കേട്ടോ വെക്കുന്നത്, തേങ്ങ അരച്ച് വെക്കുന്നില്ല. പിന്നെ അതേപോലെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം വെള്ളമായിട്ട് ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത്രത്തോളം ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും 2-3 വേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീൻകറി ഉണ്ടാക്കുമ്പോൾ എനിക്കതിൽ താള് ചേർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളുടെ വയലറ്റ് താളാണെങ്കിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. കണ്ടോ, ആ ഒരു ഇത്തിരി സ്ഥലത്ത് ഭയങ്കരമായിട്ട് വളർന്നു വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡോറ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങടക്ക് നിൽക്കുന്ന ഒരു കൊമ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ചാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കിലോ ചാളയുള്ളൂ കേട്ടോ. അപ്പോൾ ചാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മളുടെ താളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിയൊക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി സൂപ്പറായി. ഇതിങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.